സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വിത്ത് ടാലിയാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടിങ് കൺസെപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് ടേമിലേക്ക് പോകാമെന്ന് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലെ ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ റെഡിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഈച്ച് ബിസിനസ് ട്രാൻസാക്ഷൻ എസെൻഷ്യലി ബ്രിങ് ടു ഫിനാൻഷ്യൽ ചേഞ്ചസ് ഇൻ ബിസിനസ്. അതായത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് അതൊരു ബിസിനസ്സിൽ രണ്ട് മാറ്റങ്ങൾ, ഫിനാൻഷ്യലി രണ്ട് ചേഞ്ചസ് കൊണ്ടുവരുമെന്ന് കരുതുന്ന ഒരു ടേമാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പറയുന്നത്. ദീസ് ചേഞ്ചസ് ആർ റെക്കോർഡഡ് ആസ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് in two or more different accounts using certain rules known as rules of debit and credit. അതായത് ഈ ഒരു സിസ്റ്റം പ്രകാരം നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള ഒരു റൂള് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് വശങ്ങൾ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എന്ന രീതിയിൽ ഈ ഫിനാൻഷ്യൽ ചേഞ്ചസ് റെക്കോർഡ് ചെയ്യും. അതായത് ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എന്ന രീതിയിൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന റൂള് പ്രകാരം നമ്മളെന്ത് ചെയ്യും, രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ടോ അതിലധികമോ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ട്സിലേക്ക് നമ്മൾ കാണിക്കും. ഡബിൾ എൻട്രി സിസ്റ്റം, എവറി ഡെബിറ്റ് എൻട്രി മസ്റ്റ് ഹാവ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എൻട്രി ആൻഡ് എവറി ക്രെഡിറ്റ് എൻട്രി മസ്റ്റ് ഹാവ് എ കറസ്പോണ്ടിങ് ഡെബിറ്റ് എൻട്രി. ഇറ്റ് ഈസ് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് ദർ ഇസ് നോ എക്സെപ്ഷൻ ടു ഇറ്റ്. അതായത് ഇതൊരു ബേസിക് എൻട്രി സിസ്റ്റമാണ്. ഇതിൽ ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു ക്രെഡിറ്റും, അതേപോലെ തന്നെ ഒരു ക്രെഡിറ്റ് എൻട്രി ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ ഡെബിറ്റും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ദ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡ് ഇൻ ടു ദ ഫോളോയിങ് 3 സ്റ്റേജസ്. 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഒറിജിനൽ റെക്കോർഡ്സ്, അതായത് ജേണൽ ഓർ സബ് ഡിവിഷൻ ഓഫ് ജേണൽ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, അതായത് ലെഡ്ജർ അക്കൗണ്ട്സ്. തേർഡ് സമ്മറി ഓർ ഫൈനൽ അക്കൗണ്ട്സ്. ഈ 3 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തൊരു ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് ഒന്നുകൂടി അതിൻ്റെ ക്ലിയർ ആയിട്ട് പോവുകയാണ്. നൗ ലെറ്റ് us discuss the accounting equation. അതായത് ഇവിടെ അക്കൗണ്ടിങ് ഇക്വേഷനാണ് നമ്മൾ പറയുന്നത്. വിച്ച് കീപ്സ് ഓൾ ദ ബിസിനസ് അക്കൗണ്ട്സ് ഇൻ ബാലൻസ് ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് എ ബിസിനസ്. ദ ഓണർ ഓൺലി ഹാസ് ടു കോൺട്രിബ്യൂട്ട് സം മണി ടു ദ ബിസിനസ്. അതായത് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അത് ഓണർ അതിന് അയാൾ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താലേ തുടങ്ങാൻ പാടുള്ളൂ. Since the owner provides the money, it is called owner's equity. ഓണറാണ് ഈ പൈസ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് അതിന് നമ്മൾ പറയുന്നതാണ് ഓണേഴ്സ് ഇക്വിറ്റി. ഇൻ അഡീഷൻ ടു ദിസ് മണി ഈസ് ആൻ അസറ്റ് ഫോർ ദ കമ്പനി. അതിൽ ബാക്കി എക്സ്ട്രാ വരുന്ന കാര്യങ്ങളൊക്കെയാണ് കമ്പനിയുടെ അസറ്റ്സ് ആയിട്ട് പറയുന്നത്. ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻ. താഴെ പറയുന്ന ഇക്വേഷൻ പ്രകാരം നമുക്കൊന്നുകൂടി അത് ക്ലിയർ ചെയ്യാം. അസറ്റ്സ് ഈക്വൽ ടു ഓണേഴ്സ് ഇക്വിറ്റി. അതിൽ നമുക്ക് എന്ത് ചെയ്യും, ബാധ്യതകളൊക്കെ വരാം. അപ്പോൾ അതിനൊന്നുകൂടി നമ്മൾ മാറ്റം വരുത്തുകയാണ്. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. ഈ ഒരു ടേമിനാണ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് വെച്ചാൽ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. അത് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഒന്നാമത് അക്രൂവൽ കൺസെപ്റ്റ്. ഓക്കെ, റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് വെൻ ദേ ഒക്കർ and when the cash is received or paid out not. അതായത് ക്യാഷ് റിസീവ് ചെയ്താലോ പേയ്മെൻറ്റ് നോക്കാത്ത രീതിയിൽ അതെപ്പോഴാണ് ആ റവന്യൂ അല്ല എക്സ്പെൻസ് ഉണ്ടായത് ഉടനെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇതിന് പറയുന്നതിനാണ് അക്രൂവൽ കൺസെപ്റ്റ്. ക്യാഷ് റിസീവ് ചെയ്യണോ അല്ലെങ്കിൽ കൊടുക്കണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ആ റവന്യൂ അല്ല എക്സ്പെൻസ് ഉണ്ടായ ഉടനെ തന്നെ നമുക്കത് റെക്കോർഡ് ചെയ്യാം. സെക്കൻഡ്, മണി മെഷർമെൻറ്റ്. The accounting process records only activities that can be expressed in monetary terms with certain exceptions. As per this conception, transactions which can be expressed in terms of money are recorded in the books of accounts. അതായത് നമ്മൾ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് തേർഡ്, ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. Dual aspect in the foundation or basic principle of accounting. അത് ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റിന് പറയുന്നത്. ഇത് പ്രൊവൈഡ്സ് ദ വെരി ബേസിസ് ഫോർ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ബേസാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ.
ദിസ് കൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഡുവൽ എഫക്റ്റ്. ഇതിൻ്റെ കാര്യം പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് വശങ്ങളുണ്ട് എന്നാണ്. ഇറ്റ് അഫക്റ്റ് ടു അക്കൗണ്ട്സ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് ഓപ്പോസിറ്റ് സൈഡ്സ്. അതായത് ഏത് ട്രാൻസാക്ഷനും രണ്ട് വശങ്ങളെയും ഇത് എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. ദെർഫോർ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ടു പ്ലേസസ്. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ രണ്ട് വശങ്ങളിൽ റെക്കോർഡ് ചെയ്യണം. അതായത് ഡുവൽ ആസ്പെക്റ്റിൽ പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് വശങ്ങൾ ഉണ്ട്. ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അത് നമ്മൾ രണ്ട് ഭാഗങ്ങളിലേക്ക്, അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും. നാലാമത്തത് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. വൺസ് എൻ അക്കൗണ്ടിങ് മെത്തേഡ് ഹാസ് ബീൻ ചൂസൺ, that method should be used unless there is sound reason to do otherwise. By doing so, the financial statements prepared in multiple periods can be reliably compared. അതായത് ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അതിൽ കാര്യമായിട്ട് മാറ്റം വരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ നമുക്കത് മാറ്റം വരുത്തേണ്ടതുള്ളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്യാതിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൃത്യമായ കമ്പാരിസനൊക്കെ ഓരോ വ്യത്യസ്ത ടൈം പീരീഡിലുള്ള അക്കൗണ്ട്സ് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നത് അക്കൗണ്ടിങ് മെത്തേഡ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റങ്ങൾ പെട്ടെന്ന് വരുത്താൻ പാടില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. ഓക്കെ. അടുത്ത നാലാമത്തത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ദിസ് കൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ഫോർ അക്കൗണ്ടിങ് പർപ്പസസ് ദ ബിസിനസ് എൻ്റർപ്രൈസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ടു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ്. അതായത് ഇവിടെ പറയുന്നത് ബിസിനസ്സും ഓണറും രണ്ടായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ദസ് ബിസിനസ് ആൻഡ് പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഓഫ് ഇറ്റ്സ് ഓണർ ആർ സെപ്പറേറ്റ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ, ഓണറിൻ്റെ ട്രാൻസാക്ഷൻ, ഇത് രണ്ടും വ്യത്യസ്ത രീതിയിൽ നമ്മൾ കണക്കൂട്ടണം. ദ ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ് ആർ ടു ബി ക്യാപ്റ്റ് സെപ്പറേറ്റ് ഫ്രം ദോസ് ഓഫ് ഇറ്റ്സ് ഓണർ. അതുകൊണ്ട് തന്നെ ഓണറിൻ്റെയും അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെയും ട്രാൻസാക്ഷൻ ഇടപാടുകൾ നമ്മൾ വ്യത്യസ്തമായിട്ട് കൂട്ടണം. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ അപ്പോൾ എന്താ പറയുന്നത്, ഓണറിൻ്റെയും ബിസിനസ്സിനെയും രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കണം. അവരുടെ ട്രാൻസാക്ഷനും അതേപോലെ മിക്സാക്കാൻ പാടില്ല. അടുത്ത ആറാമത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ബിസിനസ് ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഫോർ ആൻ identifiable period of time. Simply stated, it means that every business entity has continuity of life. ഇവിടെ പറഞ്ഞത് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ദസ് വിൽ നോട്ട് ബി ഡിസോൾവ്ഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. വളരെ പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യപ്പെടുന്ന രീതിയിൽ നമ്മളൊരിക്കലും കരുതാൻ പാടില്ല. This is an important assumption of accounting as it provides a basis for showing the value of assets in the balance sheet. അതിൻ്റെ ബേസിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിൻ്റെ വാല്യൂ ഒക്കെ കാണിക്കുന്നത്. അതായത് ഫിക്സഡ് അസറ്റിനൊക്കെ വാല്യൂ കാണിക്കുന്നത് ലോങ് പീരീഡിലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് വളരെ കാലം മുന്നോട്ട് പോകുന്ന രീതിയിലായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. വളരെ പെട്ടെന്നൊരിക്കലും ബിസിനസ് നിർത്തുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ പറയുന്നത്. ഇനി ഏഴാമത്തത് മാച്ചിങ് കൺസെപ്റ്റ്. Transactions affecting both revenues and expenses should be recognized in the same accounting period. അതായത് ഒരു റവന്യൂക്ക് മാച്ച് ചെയ്യുന്ന എക്സ്പെൻസ് ആ ഒരു നിശ്ചിത അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ കണ്ടെത്താൻ പറ്റിയിരിക്കണം. The matching concept states that the revenue and the expenses incurred to earn the revenue must be belong to the same accounting period. ഒരു റവന്യൂ ഏൺ ചെയ്യാൻ ആവശ്യമായിട്ടുണ്ടായിട്ടുള്ള എക്സ്പെൻസ് ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ ഉണ്ടായിരിക്കണം. സോ വൺസ് റവന്യൂ ഈസ് റിയലൈസ്ഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അലോക്കേറ്റ് ഇറ്റ് ടു റെലവൻറ്റ് അക്കൗണ്ടിങ് പീരീഡ്. ഓക്കെ. അപ്പോൾ ഒരു റവന്യൂ ഉണ്ടായാൽ ആ റെലവൻറ്റ് അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതായത് റവന്യൂ എക്സ്പെൻസും തമ്മിൽ മാച്ച് ചെയ്തിരിക്കണം. അടുത്ത എട്ടാമത്തത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. മൈനർ ഇവൻറ്റ്സ് മേ ബി ഇഗ്നോർഡ് ബട്ട് ദ മേജർ വൺ ഷുഡ് ബി ഫുള്ളി ഡിസ്ക്ലോസ്ഡ്. അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതുള്ളൂ, എല്ലാം റെക്കോർഡ് ചെയ്യണമെന്നില്ല. ഇതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. അടുത്തത് ഒമ്പതാമത്തത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ദ അസംഷൻസ് ദാറ്റ് പ്രോഫിറ്റ്സ് ഓൺ ദീസ് ട്രാൻസാക്ഷൻസ് ആർ ടു ബി അസർട്ടൈൻഡ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ്. ദിസ് ഈസ് നോൺ ആസ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അതായത് ട്രാൻസാക്ഷൻസ് എന്നൊക്കെ നമ്മൾ പെർട്ടിക്കുലർ ടൈം പീരീഡിൻ്റെ ബേസിലാണ് റെക്കോർഡ് ചെയ്യുക. അതായത് ഒരു നിശ്ചിത 1 ഇയർ എന്ന ബേസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ആ ഒരു ടൈം പീരീഡിന് പറയുന്ന പേരാണ് എന്ത്, അക്കൗണ്ടിങ് പീരീഡ്.
Thus, this concept requires that a balance sheet and profit and loss account should be prepared at regular intervals. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ റെഗുലർ ഇൻ്റർവെൽസ്, അതായത് അക്കൗണ്ടിങ് പീരീഡിൻ്റെ ബേസിലാണ് ചെയ്യേണ്ടത്. ദിസ് ഈസ് നെസസറി ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് ലൈക്ക് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ്, അസർട്ടൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ, ടാക്സ് കമ്പ്യൂട്ടേഷൻ എക്സെട്ര. ടാക്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റിൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ഒരു 1 year ബേസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ആ ഒരു ടൈം പീരീഡിന് പറയുന്നവരാണ് അക്കൗണ്ടിങ് പീരീഡ്. ഇനി 10th റിയലൈസിങ് സെഷൻ കൺസെപ്റ്റ്. ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് റവന്യൂ ഫ്രം എനി ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ അക്കൗണ്ടിങ് റെക്കോർഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. ഒരു റവന്യൂ ഒരു ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് റിയലൈസ് ചെയ്തിട്ട് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ദ ടേം റിയലൈസേഷൻ മീൻസ്, എന്താ റിയലൈസേഷൻ എന്ന് വെച്ചാൽ ക്രിയേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ടു റിസീവ് മണി, അതായത് നമുക്ക് അത് കിട്ടാൻ ലീഗലി അവകാശം ഉണ്ടാകുക എന്നതിലാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. സെല്ലിംഗ് ഗുഡ്സ് ഈസ് റിയലൈസേഷൻ, റിസീവിങ് ഓർഡർ ഈസ് നോട്ട്. അതായത് ഓർഡർ കിട്ടിയത് കൊണ്ട് അത് റിയലൈസേഷൻ ആവണമെന്നില്ല. പക്ഷേ ഗുഡ്സ് സെല്ല് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയാം, റിയലൈസേഷനായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റാണ്. അക്രൂവൽ കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ്, ഡുവൽ ആസ്പെക്റ്റ്, കൺസിസ്റ്റൻസി, ബിസിനസ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ, മാച്ചിങ്, മെറ്റീരിയാലിറ്റി, അക്കൗണ്ടിങ് പീരീഡ് ആൻഡ് റിയലൈസേഷൻ. ഇത്രയും പാർട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.